എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരള PSCയിൽ വന്നിട്ടുള്ള ജോബ് വാക്കൻസിയെ കുറിച്ചിട്ടാണ്. കേരള PSC ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ഥിരം ജോബ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എലിജിബിലിറ്റിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റാണ് പറയുന്നത് 14/8/2024. ഈ ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിലെ ഒരു കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 196/2024 എന്നാണ് കാറ്റഗറി നമ്പർ. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, PSCയിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ചെയ്തവർക്ക് ഈ കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് PSC വെബ്സൈറ്റ് വഴിയാണ്. PSC വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്നതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുകയെന്നുണ്ടെങ്കിൽ 35,600 നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ്. പിന്നീട് സാലറി കൂടുതലായി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. 75,400 വരെ നിങ്ങൾക്ക് സാലറി കൂടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വാക്കൻസിയാണ് നോക്കുന്നത്. വാക്കൻസി കൂടുതലൊന്നുമില്ല, 2 വാക്കൻസി മാത്രമേ ഉള്ളൂ. വാക്കൻസി നോക്കി അപ്ലൈ ചെയ്യാതിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോബായിരിക്കും. അതുകൊണ്ട് തന്നെ വാക്കൻസി ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. മെത്തേഡ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ഇതിൻ്റെ നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് നോക്കുകയെന്നുണ്ടെങ്കിൽ 18 to 36 വരെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ആ ഡേറ്റിനും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് എ 2nd ക്ലാസ്. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി 2nd ക്ലാസ്സോട് കൂടി വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് എ 2nd ക്ലാസ്. കെമിസ്ട്രിയിൽ 2nd ക്ലാസ്സോട് കൂടിയിട്ടുള്ള ഒരു ഡിഗ്രി വേണമെന്നാണ് പറയുന്നത്. നോട്ട് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ് വിത്ത് ഫുഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം ദ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലാബോറട്ടറി അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. ദാറ്റ് മീൻസ് മൈസൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അതുപോലെ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലാബോറട്ടറിയിൽ നിന്ന് ഫുഡ് അനാലിസിസ്, ക്വാളിറ്റി അഷുറൻസ് എന്നിവയിൽ ഒരു PG ഡിപ്ലോമ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുമല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം എ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള. അതായത് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ ഫുഡ് അനാലിസിസിൻ്റെ അതുപോലെ തന്നെ ക്വാളിറ്റി ആഷുറൻസ് എന്നിവയിൽ PG ഡിപ്ലോമ വേണമെന്നാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിതമായ ഇതിലേതിലെങ്കിലും ഒരു PG ഡിപ്ലോമ വേണമെന്ന് പറയുന്നു. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വാക്കൻസികളൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോബായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്